It's me Sabitha Charles from Puthurans. നമ്മൾ ഇന്ന് കാണുന്നതും കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ തന്നെ. ത്രെഡ് കൗണ്ട് പറയുകയാണെങ്കിൽ 60s by 60s ആണ്. 44 ഇഞ്ച് വിഡ്ത്. 119 രൂപ പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഒരു കളറിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റുകളാണ് കേട്ടോ. പ്രിന്റിനും കളർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു വലിയ പ്രിന്റ് ആണ്. ഒരു എന്താ പറയാ ബ്ലൂ, അതായത് പീക്കോ ബ്ലൂ ഷെയ്ഡിലേക്ക് പോകുന്നു. അതിനകത്ത് ഇങ്ങനെ ഗ്യാപ്പിൽ കുറച്ച് വലിയ പ്രിന്റ്, ഇപ്പൊ ട്രെൻഡിങ് അങ്ങനത്തെ ഒരു ഡിസൈൻ ആണല്ലോ, ആ ഒരു പാറ്റേണിലുള്ള പ്രിന്റ് ആണ്. ഇങ്ങനെയാണ് ഒരു വലിയ പ്രിന്റ് ആണല്ലോ ഇപ്പൊ ട്രെൻഡിങ്, ആ ഒരു പാറ്റേണിലേക്ക് ആ ഡിസൈൻ വരുന്നത്. ഇത് താഴോട്ട് പോകുന്ന പോലെ വരുന്നത് ഫോൾഡിങ്ങിന്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് മുകളിലോട്ട് പോകുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ട്രാൻസ്പെറന്റ് അല്ലാത്ത പ്യുവർ ജയ്പൂർ കോട്ടണിലുള്ള ഫാബ്രിക്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്, ഇതിപ്പോ നമ്മൾ കണ്ടത് ഒരു ബ്ലൂവിനകത്തേക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്രിക്ക് റെഡ് കളറിലുള്ള പ്രിന്റ് ആണ്. അത് ക്രീമും ആ ഒരു കളറിലേക്ക്. ഇനി നമ്മൾ കാണുമ്പോൾ ആ റെഡിന് കുറച്ചൊരു ഡെപ്ത് കൂടിയിട്ടാണ് വരുന്നത്, കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് കളറും ചേഞ്ച് ആയിട്ടുണ്ട്, പീക്കോ ഗ്രീനിലേക്ക് പോകുന്നു കേട്ടോ. ഇതിനകത്ത് ജാലി പാറ്റേണിലുള്ളതാണ്. ദേ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേണിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനിയുള്ളത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ കളറെല്ലാം തന്നെ ഒരേ കളറല്ല, കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. ഓരോ ഡിസൈനും ഓരോ ഡിസൈൻ വരുമ്പോൾ അതിൻ്റെ ബേസ് കളറിന് തന്നെ വളരെ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം വീഡിയോഗ്രാഫിയിൽ ഒറിജിനൽ കളർ കിട്ടാൻ വേണ്ടി തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ 2-3 പേര് പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു. കുറച്ച് അവർ വിചാരിച്ച കളറിനേക്കാളും ചേഞ്ച് ആയി കൈ കിട്ടിയപ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, മാക്സിമം ഒറിജിനൽ കളർ കിട്ടാൻ പോലെ തന്നെ ചെയ്യുന്നത്. എന്നാലും ഞാൻ ആദ്യമൊക്കെ എപ്പോഴും പറയുമായിരുന്നു 10 തൊട്ട് 15% വരെ ഒരു കളർ ചേഞ്ച് ഒന്ന് കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഞാനിതിൽ പറയാവുന്ന എല്ലാം തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓൺലൈനിലായതുകൊണ്ട് ചെയ്യുന്നത്, ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മളിപ്പോൾ 3 കണ്ടു, 3 ഡിഫറെൻറ്റ് കളേഴ്സിലേക്കാണ് വരുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ പറയാം ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം. പക്ഷെ അതിനകത്ത് തന്നെ കുറച്ച് വേരിയേഷൻ വരുന്നുണ്ട്. ഇത് വേറൊരു പ്രിന്റ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനിയുള്ളതും നമുക്കൊരു ബൂട്ട തന്നെയാണ്. ഇപ്പോൾ കണ്ട കളറല്ല, അതിലും കുറച്ചും കൂടെയും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ പീക്കോക്ക് ബ്ലൂവിൻ്റെ ഒരു ടോണിലേക്കാണ് പോകുന്നത്. ഒരു 5% ഒരു 10% ഒക്കെ കളർ ഓരോ കളറുമായിട്ടും വ്യത്യാസം വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പ്രിന്റ് കൊണ്ടുവരുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പാറ്റേണിൽ ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നിറച്ച് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് വൺ ഇതും പീക്കോക്ക് ഗ്രീനിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ജാലി പാറ്റേണിലുള്ള പ്രിന്റാണ്. ആ പ്രിന്റിന്റെ കളറും വളരെ ഡെപ്ത് കൂടിയ ഒരു ഓറഞ്ച് എന്നൊക്കെ പറയാം, ആ ഒരു കളറിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിന്റെ വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതെല്ലാം കാംബ്രിക് കോട്ടൺ ആണ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.